മമ്മൂട്ടി, ദി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, മെഗാസ്റ്റാർ. നമുക്കറിയാം അഭിനയത്തിൻ്റെ ഒരു പരമോന്നത രീതിയിൽ, ഏത് രീതിയിൽ ഒരു മെത്തേഡ് ആക്ടിങ്ങിൻ്റെ ഏത് ഭാവങ്ങളിൽ ഏത് കഥാപാത്രങ്ങളിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രത്തിലേക്ക് മാറുന്ന രീതി. പണ്ട് ലോഹിദാസ് പറഞ്ഞാണ്, ഇപ്പം നമ്മൾ ഡാൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇളകി അഭിനയിക്കുന്നതോ മാത്രമല്ല, ഒരു കഥാപാത്രത്തിൽ മറ്റൊരു കഥാപാത്രത്തിൽ ചേക്കേറുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ യാതൊരു സാദൃശ്യവും തോന്നാത്ത മറ്റൊരു കഥാപാത്രം, ഇപ്പോൾ അമരത്തിനകത്ത് അച്ചൂട്ടിയിൽ നിന്ന് വടക്കം വീരാതയ്ക്കകത്തെ ചന്തുവായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ ചന്തുവിൽ നിന്ന് സൂര്യമാനസിനകത്തെ പുട്ടുറുമീസായിട്ട് മാറുമ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കാണത്തില്ല. അവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന അഭിനേതാവിനെ, ഗംഭീരമായ കഥാപാത്രങ്ങളെ മാത്രം കാണാവൂ എന്ന് പറഞ്ഞപ്പോൾ ലോഹിദാസ് പറഞ്ഞാണ് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മലയാള സിനിമയിലെ നടൻ എന്തുകൊണ്ടും മമ്മൂട്ടിയാണ്. വലിയ വിവാദങ്ങളൊക്കെ ആക്കിയ സംഭവങ്ങളൊക്കെ അന്നുണ്ടായതാണ്. കാരണം ജഗതി പറഞ്ഞ 5 ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടന്മാരിൽ മമ്മൂട്ടി ഇല്ലായിരുന്നു. അതിന് പകരം ലോഹിദാസ് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ സിനിമകൾ എടുത്തു നോക്കിയാൽ, ഇപ്പം രാജമാണിക്യം 2005 റിലീസ് ചെയ്തത്. പിന്നെ പഴശ്ശിരാജയായാലും പോക്കിരിരാജയ്ക്കൊക്കെ ശേഷം 2010 ശേഷം മമ്മൂട്ടി ഒരു തികഞ്ഞ ഒരു സ്റ്റാർ. പ്രത്യേകിച്ച് 2020 മുതൽ എടുത്തു നോക്കിയാൽ, കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കിയാൽ, 5-6 കൊല്ലം എടുത്തു നോക്കിയാൽ മമ്മൂട്ടി ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് വളരെ കുറവാണ്. ഭീഷ്മർ ഒന്നും നമുക്കൊരു അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ 100% ഉള്ള സിനിമയും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനെക്കാട്ടി കൂടുതൽ അദ്ദേഹത്തിലെ പെർഫോമറെ, തികഞ്ഞ ഒരു പെർഫോമറാണ് അദ്ദേഹം എന്നത് തെളിയിക്കുന്ന രീതിയിലുള്ള, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, അദ്ദേഹത്തിന് അഭിനയിച്ച് കൊതി തീരാത്ത വേഷങ്ങൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ റോഷാക്ക്, ആരും ആ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അഭിനയിക്കത്തില്ലെന്നുള്ള ഉറപ്പാണ്. അദ്ദേഹം നിർമ്മിച്ചതിന് കാരണം അത് തന്നെയായിരിക്കാം. പുഴു എന്ന് പറയുന്ന സിനിമയിൽ വില്ലനാണ്. നൻപർ നേരത്ത് മയക്കം, കണ്ണൂർ സ്കോഡ് സാധാ ഒരു കോൺസ്റ്റബിളാണ്, ഒരു ഹീറോയിസത്തിൻ്റെ ഒരു പകിട്ടും ഇല്ലാത്തൊരാൾ. അതുപോലെ തന്നെ തിരിച്ച് ഭ്രമയോ എടുത്താലും വില്ലനാണ്. അന്നേരം കൂടെ വലിയൊരു പെർഫോമറാണ്, പക്ഷേ വില്ലനാണ്. അങ്ങനെ ഈ സിനിമകളൊക്കെ എടുത്തു നോക്കുമ്പം ടെർബോ പോലൊരു പടം മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു എൻ്റർടൈനർ എന്ന് പറയുന്ന ഒരു പീക്ക് വാല്യൂ എന്നുള്ള എൻ്റർടൈനർ എന്നുള്ള രീതി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആ രീതിയിൽ നല്ല 99% സിനിമകൾ അദ്ദേഹം ഒരു പെർഫോമറായിട്ട് മമ്മൂട്ടി തന്നെ ആഗ്രഹിക്കുന്നുണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന 100 കോടിയിലോട്ടൊന്നും ഒരിക്കലും മമ്മൂട്ടി എത്താത്തതിൻ്റെ കാരണം. ഇപ്പം ഇറങ്ങാൻ പോകുന്ന കളങ്കാവലും മമ്മൂട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വാഴ്ത്തുമെന്നുള്ളതിൽ സംശയം വേണ്ട. നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്തുള്ള ആ സിനിമ മമ്മൂട്ടിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. ഗംഭീര പെർഫോമറായിട്ട് മമ്മൂട്ടിയെ കാണാം. 100 കോടി അടിക്കുമെന്ന് വെച്ചാൽ നമുക്കത് പറയാം, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ മമ്മൂട്ടി അങ്ങനെയുള്ള സിനിമകളിലേക്ക്, ഇപ്പോൾ മോഹൻലാൽ ലൂസിഫർ ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ മോഹൻലാൽ തുടരും ചെയ്യുന്നത് പോലെയോ, എമ്പുരാൻ ചെയ്യുന്ന പോലെയോ. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന അവിടെ ഒരു നെഗറ്റീവ് മോഹൻലാലുള്ള അഭിനേതാവിനെ നമുക്ക് നഷ്ടപ്പെട്ടു. എത്രയോ കൊല്ലങ്ങളായി മോഹൻലാൽ മികച്ച ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത സിനിമകൾ വളരെ കുറച്ചായി മാറി. എന്നാൽ മമ്മൂട്ടി പെർഫോമൻസ് വൈസ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുകയാണ്. താരമൂല്യമുള്ള സിനിമകൾ മമ്മൂട്ടി ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താരമൂല്യത്തിന് കോട്ടം വരുന്നത്. കാരണം പല സിനിമകളും ഉദ്ദേശിക്കാത്ത ഇനീഷ്യൽ കളക്ഷൻ കിട്ടുന്നത് മമ്മൂട്ടി കമ്പനിയിലെ മമ്മൂട്ടിയുടെ സിനിമകളുടെ പ്രൊമോഷൻ കുറവാണ് എന്നതിലുപരി അങ്ങനെയുള്ള ചിത്രങ്ങളോട് പ്രശ്നമുണ്ട്. എല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്ന ചിത്രങ്ങൾ, കണ്ണൂർ കൂടെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്ന സിനിമയല്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ, ഇപ്പം ഭ്രമയുഗം ഗംഭീര സിനിമയാണെങ്കിൽ എല്ലാവരെയും തിയേറ്ററിൽ എത്തിക്കുന്ന സിനിമയല്ല. രാജമാണിക്യം പോലെയോ അല്ലെങ്കിൽ പോക്കിരിരാജയെ പോലെയോ എല്ലാവരും എൻ്റർടൈൻ ചെയ്യാനുള്ള സിനിമകൾ വന്നാൽ മാത്രം ഒരു സിനിമ മതിയായിരിക്കും, ഒറ്റ സിനിമ മതി. അങ്ങനെ ചെയ്യുമ്പം കുത്തനെ കയറുന്നൊരു സ്റ്റാറാണ് എപ്പോഴും മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും. കാരണം മമ്മൂട്ടി വേർതിരിച്ച് വരുന്നത് മമ്മൂട്ടി ഒരു പെർഫോമറായിട്ട് മാത്രം ഇപ്പം ചിന്തിച്ചു പോകുന്നതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ കമൻസിൽ പറയുക, മമ്മൂട്ടി അങ്ങനൊരു വലിയ ക്യാൻവാസിൽ ഗംഭീര സിനിമ വന്നത് ഗംഭീര വിജയോടായി ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് താരമൂല്യം കോട്ടം വന്നു എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. താരമൂല്യം കുറയുന്നുള്ളതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടർ അങ്ങ് ടോപ്പ് ലെവലായി. പക്ഷേ ആസ് എ സ്റ്റാറിന് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് അദ്ദേഹം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇനിയൊരു സ്റ്റാറിൻ്റെ ഉള്ള ഒരു 2-3 സിനിമകൾ അടുത്തടുത്തായിട്ട് ചെയ്യണം. 2026 അങ്ങനെ സിനിമകൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ മമ്മൂട്ടി 2 രീതിയിലും എപ്പോഴും അങ്ങനെയാണ്. മമ്മൂട്ടി താരവും ഒരേ സമയത്ത് മികച്ച പെർഫോമറായിട്ട് നിൽക്കുന്ന നടനാണ്. 2020 ശേഷമാണ് ഇങ്ങനൊരു മാറ്റം. പെർഫോമറായിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു താരവും പെർഫോമറുമായിട്ടും മമ്മൂട്ടി 2026 തകർക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തകർക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യാം.